ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലിറ്റിൽ ബ്ലൂം. ലിറ്റിൽ ബ്ലൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മാജിക് ലൈനിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാലോ. എന്താണ് മാജിക് ലൈൻസ്? റൈറ്റിങ്ങിന് മുന്നേ നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനാണ് നമ്മുടെ ഇന്നത്തെ മാജിക് ലൈൻസുകൾ. ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും ഇത് എഴുതുന്നതിന് മുന്നേ നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നതെന്നും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൺ ഗെയിമുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് മാജിക് ലൈനാണ്. മാജിക് ലൈനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് ഫൺ ഗെയിമുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാൻഡിങ് ലൈൻ, എന്താണ് സ്ലീപ്പിംഗ് ലൈൻ എന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഒരു ലൈനാണ്. ടോപ്പ് ടു ബോട്ടം, വളയാതെയുള്ള ഒരു ലൈനാണ്. ടോപ്പ് ടു ബോട്ടത്തിലേക്കുള്ള ഒരു വരയാണ് അല്ലേ സ്റ്റാൻഡിങ് ലൈൻ. This is a standing line. This is a standing line. Standing line. ഒരു 5 times സ്റ്റാൻഡിങ് ലൈൻ നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ. അടുത്തത് വരുന്നത് എന്താണ്? സ്ലീപ്പിംഗ് ലൈനാണ്. സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഭാഗത്തു നിന്നും റൈറ്റ് ഭാഗത്തേക്കുള്ള ലൈനാണ്. ലെഫ്റ്റ് നിന്നും റൈറ്റിലേക്കുള്ളത്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ്. ഇതാ ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് പേര് പോലെ തന്നെ സ്ലീപ്പിംഗ് ആണ്. സ്ലീപ്പായിട്ട് കിടക്കുന്നതിനാണ് സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറയും. നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഒരു 5 times വരച്ച് നോക്കി. സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. ഇതൊക്കെയാണ് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും. സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അല്ലേ, എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത്. ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്കുള്ള വരയാണ്, വളയാത്ത വരയാണ് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ സ്റ്റാൻഡിങ് ലൈൻസ്. അടുത്ത വരുന്നത് സ്ലീപ്പിംഗ് ലൈൻ. സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് നിന്നും ഇടത് ഭാഗത്തു നിന്നും വലത് ഭാഗത്തോട്ട് വരയ്ക്കുന്ന, ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് വരയ്ക്കുന്ന വരയാണ് അല്ലേ. ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണിത്. പേര് പോലെ തന്നെ സ്ലീപ്പ് അല്ലേ, കിടക്കുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ 5 times ഇവിടെ സ്ലീപ്പിംഗ് ലൈൻസ് വരച്ചു. ദിസ് ഇസ് എ സ്ലീപ്പിംഗ് ലൈൻ. ഇത്രയൊക്കെയാണ് സ്റ്റാൻഡിങ് ലൈൻസിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. ഒന്ന് ഫ്ലാഗാണ് അല്ലേ, ഫ്ലാഗ്. പിന്നെ ഡോറ്, ലാഡർ, പെൻസിൽസ്. ഇതൊക്കെയാണ് സ്റ്റാൻഡിങ് ലൈൻസിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. ഇതെല്ലാം സ്റ്റാൻഡ് പോലെ അല്ലേ, സ്റ്റാൻഡ് നിൽക്കുന്ന പോലെയാണ് എല്ലാ എക്സാമ്പിൾസും നിൽക്കുന്നത്. ഇനി എക്സാമ്പിൾസ് ഓഫ് സ്ലീപ്പിംഗ് ലൈൻ നോക്കാം. കണ്ടില്ലേ, റോഡ്, സ്കെയില്, ബെഡ്, വിൻഡോസ്. ഇതൊക്കെയാണ് സ്ലീപ്പിംഗ് ലൈൻ. ഇനി നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റെന്തും ഇതിൽ ചേർക്കാം. ഇതെല്ലാം എന്താണ്? സ്ലീപ്പിംഗ് ലൈൻ സ്ലീപ്പ് പോലെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ എന്താണെന്നും സ്ലീപ്പിംഗ് ലൈൻ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ല ഫൺ കിസ്സാണ്. ഓക്കെ, ആർ യു റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട്. വിച്ച് ലൈൻ ഈസ് ദിസ്? സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ? യെസ്, സ്റ്റാൻഡിംഗ് ലൈൻ. Which line is this? Standing or sleeping? Tell me the answer. Sleeping line. 1, 2, 3 and 4. Tell me the correct answer. Yes, 4. Very good. Great. Last question. How many standing lines do you see? 1, 2 and 3. Tell me. Yes, 3. Very good. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലിറ്റിൽ ബ്ലൂം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇനിയുള്ള വീഡിയോകൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു.